കാസർഗോഡ് പൈവെളികയിൽ 26 ദിവസം മുമ്പ് കാണാതായ 15 വയസ്സുകാരിയെയും 42-കാരൻ അയൽവാസിയും മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നതാണ് വാർത്ത. വീടിന് സമീപത്തെ കാട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 26 ദിവസങ്ങളെ വലിയ തെരച്ചിലായിരുന്നു. നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്ന് വളരെ വ്യാപകമായ തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. 15 വയസ്സുള്ള പെൺകുട്ടിയാണ്, അയൽവാസിയാണ് പ്രദീപ്, 42-കാരനാണ്. അപ്പോൾ പ്രദീപിനെയും 15 വയസ്സുകാരി പെൺകുട്ടി ശ്രേയ കാണാതായതിൻ്റെ കൂട്ടത്തിൽ 42-കാരൻ അയൽവാസി കൂടി കാണാതായപ്പോൾ ഇവർ ഒരുമിച്ചാണെന്ന സംശയത്തിൽ പ്രദീപിന് വേണ്ടിയും വളരെ ശക്തമായ അന്വേഷണങ്ങൾ, പരിശോധനകൾ തുടങ്ങിയതാണ്. എന്തായാലും അത് അവസാനിക്കുന്നത് വലിയ ദുഃഖാർദ്രമായ വാർത്തയോടെയാണ്. അതിൻ്റെ അവസാനം ട്രാജഡിയാണ്. പെൺകുട്ടിക്കൊപ്പം കാണാതായ പ്രദീപിനെയും മരിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. വീടിനടുത്തുള്ള കാട്ടിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, ഇവിടെ 26 ദിവസമായി വലിയ തെരച്ചിലായിരുന്നു. ഇതിപ്പോൾ വീടിനടുത്തുള്ള കാട്ടിൽ തന്നെയാണോ കണ്ടെത്തിയത്? സങ്കടകരമാണ് അരുൺ. ഹാഷ്മി, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഈ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തിയതാണ്. കഴിഞ്ഞ ഞായറാഴ്ച കുമ്പള പോലീസിലെ 15-അംഗ സംഘവും അതുപോലെ തന്നെ 10ഓളം നാട്ടുകാരുമാണ് തെരച്ചിലിന് നേതൃത്വം നൽകിയിരുന്നത്. ഇന്ന് വീണ്ടും പോലീസ് ഒരു ജനകീയ തെരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. 7 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘമാണ് ഇവിടെ എത്തിയിരുന്നത്. കാസർഗോഡ്, ബദിയടുക്ക, മഞ്ചേശ്വരം, കുമ്പള തുടങ്ങി 7 പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാരാണ് ഈ തെരച്ചിലിന് നേതൃത്വം നൽകിയിരുന്നത്. ഒപ്പം വലിയ ജനകീയ തെരച്ചിലും ഉണ്ടായിരുന്നു. ഈ തെരച്ചിലാണ് ഇപ്പോൾ ഒടുവിൽ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മണ്ടേക്കാവ് സ്വദേശി ശ്രേയ, 15 വയസ്സാണ് കുട്ടിക്ക്. പ്രദീപ് സമീപവാസി തന്നെയാണ്, 42 വയസ്സാണ്. നേരത്തെ പ്രദീപിനൊപ്പമാണ് ഈ ശ്രേയ പോയത് എന്നൊരു സംശയം പോലീസ് പ്രകടിപ്പിച്ചിരുന്നു. ഇരുവരും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവാം എന്നൊരു നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസിന്റെ തെരച്ചിലുണ്ടായത്. കാരണം ഈ പ്രദേശത്ത്, അതായത് ഈ കുട്ടിയുടെയും അതുപോലെ തന്നെ പ്രദീപിന്റെയും മൊബൈൽ ടവർ ലൊക്കേഷൻ ഈ ഒരു പ്രദേശത്ത് തന്നെയായിരുന്നു. അവിടെ ഈ കുട്ടിയുടെ വീടിന് സമീപത്തെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്ത് വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ വലിയൊരു കുറ്റിക്കാടാണ് ആ പ്രദേശം ഒന്നാകെ. ആ കുറ്റിക്കാട്ടിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്.